സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. അവൾ തുറച്ചു നോക്കിയത് മഞ്ജു പതിയെ പറഞ്ഞു. നന്ദൊന്നും മിണ്ടാതെ ഗൗരവത്തിൽ ആ ചപ്പാത്തി അവനെ കൊണ്ട് കഴിപ്പിച്ചു. ഇഷ്ടമുണ്ടായിട്ടാവില്ല, അവൾ തരുന്നത് കൊണ്ടുള്ള ഇഷ്ടം കൊണ്ട് അവനത് ഫുള്ള് കഴിച്ചു. അപ്പോഴേക്കും എല്ലാവരും പോയി കഴിഞ്ഞു. കഴിച്ച് കൈ കഴുകാൻ പോകാതെ അവിടെ തന്നെ ഇരിക്കുന്നവനെ അവളൊന്ന് തുറച്ചു നോക്കി. ആ നോട്ടം കണ്ടതും അജൊന്ന് ചുണ്ടു കൂർപ്പിച്ചൊരു ഉമ്മ കൊടുത്തു. ഇവിടെ ഇപ്പം ആരുമില്ലല്ലോ, പോയി കൈ കഴുകി കൂടെ? മറുപടി ഒന്നും വന്നില്ല. ഗ്ലാസ്സിൽ നിന്ന് വെള്ളമെടുത്ത് നന്ദവന്റെ ചുണ്ടിൽ അമർത്തി ഉരച്ചു. ആജി അവളെ നോക്കി കണ്ണുരുട്ടിയതും അവൾ ചവിട്ടിക്കുലുക്കി അടുക്കളയിലേക്ക് പോയി. നന്ദ! അടുക്കളയിലെത്തിയില്ല. അതിനു മുമ്പ് വിളി വന്നു. അവളൊന്ന് പല്ല് കടിച്ചു. ഈ മനുഷ്യനെ കൊണ്ട് കുടുങ്ങിയല്ലേ ഈശ്വര. പെറുപെറുത്ത് കൊണ്ട് പ്ലേറ്റ് കഴുകി കമഴ്ത്തി വെച്ച് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ വനജേച്ചിയുടെ കവിളിൽ പിടിച്ചൊന്നും വലിക്കാൻ അവൾ മറന്നില്ല. അമ്മ മരിച്ച സഹതാപമൊന്നും അവൾക്ക് കാണണ്ട, അതവളെ വേദനിപ്പിക്കും. നന്ദു അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആജി വാഷ് ബേസിന്റെ അവിടെ നിന്ന് വാ കഴുകി ടവല് ചുണ്ടു തൊടുക്കുവാണ്. ആജി ടവലവിടെ വെച്ച് മുന്നോട്ട് നടന്നു. നന്ദു അവനെ നോക്കി അവൻ്റെ അടുത്തേക്ക് നടന്നു. എന്തിനപ്പോൾ വിളിച്ചതെന്ന് അറിയണല്ലോ. എന്നാൽ അവൻ്റെ അടുത്തേക്ക് വെച്ച കാല് മുന്നോട്ട് പോകാതെ നിന്നു. മുന്നിലൊരു പുച്ചച്ചിരിയോടെ പാർവതി അവരെ കണ്ടതും നന്ദുവിൻ്റെ കണ്ണൊന്ന് കുറുകി. ആകെ ഉണ്ടായിരുന്ന അമ്മയും പോയല്ലേ? വാക്കുകളിൽ പരിഹാസം. നന്ദുവരെ ചുവന്ന കണ്ണുകളോട് നോക്കി. ഇതൊക്കെ എന്തിനു ജന്മാണാവും? ആജി നെറ്റിച്ച് വിളിച്ചുകൊണ്ട് അവർക്ക് അടുത്തേക്ക് നടന്നു. അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ ഒരു ശിക്ഷ ദൈവം തരുന്നു എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെയുള്ള പ്രവൃത്തിയായിരുന്നല്ലോ നീ ഇവിടെ ചെയ്തത്. അവർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നമുക്ക് നല്ല ബോധമുണ്ട്. പക്ഷേ ഒന്നും മിണ്ടിയില്ല. മിണ്ടാതെ കേട്ടു നിന്നു. നമ്മൾ ചെയ്യുന്നതിന് ദൈവം നമ്മളെയല്ല പരീക്ഷിക്കുന്നത്, നമുക്ക് വേണ്ടപ്പെട്ടവരെയാണ്. അത് നമുക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. പാർവതി പറയുമ്പോൾ നന്ദൊന്ന് ചിരിച്ചു, ഒരാക്കിയ ചിരി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒറ്റൊരെണ്ണം ഈ ഭൂമി കാണില്ലല്ലോ. നന്ദു മറുപടി പറയുമ്പോൾ അവരവളൊന്ന് ദേഷ്യത്തിൽ നോക്കി. ആജു ഒരു ചിരിയോടെ അവരെ ശ്രദ്ധിക്കാത്ത പോലെ സെറ്റിയിൽ പോയിരുന്നു. നന്ദു പാർവതിയുടെ മുഖത്തേക്ക് നോക്കി. അവിടെ ദേഷ്യം കൊണ്ട് കുറച്ച് നിൽക്കുവാണ്. അവളുടെ കണ്ണുകൾ അജുവിലേക്ക് പോയി. അവരെ ശ്രദ്ധിക്കാത്ത പോലെ ഇരിക്കുവാണ്. പക്ഷെ ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല പോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മ മരിച്ചിട്ട് നിന്റെ നാവിന് നീളം കുറഞ്ഞിട്ടില്ല അല്ലേടി? അതെന്താ, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ മരിച്ചാ നിങ്ങളുടെ വായിൽ നാമം കൊണ്ടാണ് അവരൊക്കെ പോവുക? നന്ദ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവരവളെ തുറിച്ചു നോക്കി. ഇങ്ങനെയൊരു നന്ദയല്ല അവർ പ്രതീക്ഷിച്ചത്. അതവരുടെ മുഖത്ത് കാണാനുണ്ട്. ഡീ ഇനി നിന്റെ ഒച്ച ഇവിടെ പൊങ്ങരുത്. അങ്ങോട്ട് അവരുടെ അടുത്തേക്ക് വന്ന് പത്മാവതി പറയുമ്പോൾ നന്ദുവും പാർവതിയും അവരെ നോക്കി. സെറ്റിയിലിരിക്കുന്ന അജുവിന്റെ കണ്ണുകളും അവരിലേക്കായി. വേറെ ആരും ഹാളിലില്ല. അവനെ പോലെ തന്നെ അവന്റെ ഭാര്യയെയും അവർക്ക് കണ്ണിൽ പിടിക്കില്ലെന്ന് അവനക്ക് മനസ്സിലായി. നിന്നെ ഞാൻ ശരിക്കൊന്ന് കാണാനിരിക്കായിരുന്നു. അന്ന് അങ്ങനെയൊക്കെ നടന്നിട്ട് അങ്ങ് പോയതല്ലേ നീ ഞങ്ങളുടെ അമ്മയുടെ കൈയെടുക്കും ഇവിടെ ഉപദ്രവിക്കും അല്ലേ? പത്മാവതി അവൾക്ക് നേരെ ചാടിത്തുള്ളുമ്പോൾ അവൾ ചുറ്റുമൊന്ന് നോക്കി. ആരെങ്കിലും കേട്ടാലോ? പേടിയായിട്ടൊന്നുമല്ല, ഒരു ചെറിയ നാണക്കേട്. എത്രയായാലും മുത്തശ്ശിയല്ലേ, വീട്ടിലെ കാരണൊരുത്തി. അങ്ങനെയൊക്കെ കൈയെടുക്കാൻ പറ്റുമോ? എന്നാൽ പത്മാവതിക്ക് ആര് കേട്ടാലും കുഴപ്പമെന്നുള്ള ഭാവമാണ്. നന്ദുവിന്റെ കണ്ണുകൾ സെറ്റിയിലിരുന്ന് അജുവിലേക്ക് പോയപ്പോൾ ചെക്കൻ ഞെട്ടി പണ്ടാരടങ്ങിയിരിക്കുന്നുണ്ട്. മുത്തശ്ശിയുടെ കൈ ഒടിച്ചോ? നീയോ? ആ ഭാവായിരുന്നവനില്ലേ? നന്ദു വേഗം അവനിൽ നിന്ന് മുഖം മാറ്റി. നിന്റെ ഭർത്താവിനൊന്ന് നുള്ളിയെന്നും പറഞ്ഞ് നീ ഇവിടെ മാന്തി മുറിവാക്കും അല്ലേടി? പത്മാവതി വീണ്ടും നിന്ന് തുള്ളുമ്പോൾ അവളൊന്ന് ചിരിച്ചു. എന്തായി പോത് നുള്ളി മാന്തിയതൊക്കെ? ചെറിയ കുട്ടികളെ കാട്ടി അത് വീട്ടിൽ പറഞ്ഞു കൊടുത്ത് മുതിർന്നവർ ചോദിക്കാൻ വന്ന പോലെ. നന്ദു ചുണ്ട് കടിച്ചു പിടിച്ചൊന്ന് ചിരിച്ചു. അവളുടെ ഒരു കുരുക്കമില്ലാത്ത മുഖത്തേക്ക് നോക്കി ആജുവും ചിരിച്ചു. നീയാണ് അമ്മയുടെ കൈ ഒടിച്ചതെന്ന് ഇവിടെ പറഞ്ഞ എന്താ ഉണ്ടാവുമെന്ന് അറിയോ നിനക്ക്? ഇവിടെ ഒരു ഒലക്കി ഉണ്ടാവില്ല. നിങ്ങൾ വല്ല കള്ളം പറഞ്ഞാൽ അതിൽ വലിയ കള്ളം പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കാൻ ഈ നന്ദിതൊക്കെ അറിയാം. കേട്ടല്ലോ, അമ്മച്ചി മരിച്ചല്ലേ? നിങ്ങളുടെ ഈ ചോദ്യം ചെയ്യലൊന്നും ഞാൻ പേടിക്കില്ല. അവൾ അവനെ നോക്കി പൂജിച്ചു കൊണ്ട് പറയുമ്പോൾ അവർ രണ്ടുപേരും അവളെ തുറച്ചു നോക്കി. നിനക്ക് ഞങ്ങൾ കാണിച്ചു തരാടി. നിന്റെ ഭർത്താവിനൊന്ന് നുള്ളിയതിനല്ലടി നീ ഇതൊക്കെ കാണിച്ചത്. അവനെ ഞങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പത്മാവതി അവളോട് പറഞ്ഞുകൊണ്ട് അജീവിന് നേരെ തിരിഞ്ഞു നടന്നു. നന്ദവരെ നോക്കിക്കൊണ്ട് അവർക്ക് പിന്നാലെ ചെന്നു. ഡാ, നിന്നെ തൊട്ടാ നിന്റെ ഭാര്യ എന്നെ എന്താ ചെയ്യാൻ പോണെന്ന് ഞാനൊന്ന് നോക്കട്ടെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. വലിയ ഭാവമാറ്റമില്ലാതെ ഇരിക്കുന്നവന്റെ കവിളിൽ നേരെ കൈ ഉയർത്തിയതും ആ നന്ദു ആ കൈ പിടിച്ച് തിരിച്ചു കഴിഞ്ഞിരുന്നു. പത്മാവതി വലിയ വായിൽ നിലവിളിച്ചു. ആജൊരു ചിരിയോടെ നന്ദുവിനെ നോക്കി. അവൾ പത്മാവതിയെ നോക്കി പേടിപ്പിക്കുവാണ്. നന്ദു കൈവിട്ടതും പത്മാവതി ഇടത്തേ കൈ കൊണ്ട് വലത്തേ കൈ പിടിച്ചു. അവരുടെ കണ്ണ് നിറഞ്ഞിരുന്നു. ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്നും വനജേച്ചി വന്നു. പുറത്തു നിന്ന് സേതുമയും ഞാൻ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. ഞാൻ അന്ന് തന്നെ ഇത് തരണമെന്ന് കരുതിയതാ, പക്ഷേ സാഹചര്യം അനുകൂലമായി കിട്ടിയില്ല. ഇപ്പൊ നിങ്ങളായി ഇതിനൊരു അവസരം തരുമ്പോൾ ഞാനായിട്ട് എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്?
നന്ദ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അജുവിനെ നോക്കാതെ അവനക്ക് നേരെ കൈ നീട്ടി. അജു ഒരു ചിരിയോടെ ആ കയ്യിൽ പിടിച്ചുകൊണ്ട് എണീറ്റ് അവളോട് ചേർന്ന് നിന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. അത്രയും അടുത്ത് ദേഷ്യം കൊണ്ട് ചുവന്ന കണ്ണുമുരുട്ടി പത്മാവതിയെ നോക്കുകയാണ് അവൾ. അവൾക്ക് വല്ലാത്ത ഭംഗിയുള്ള പോലെ തോന്നി അവൻക്ക്. ഡീ കാറണ്ട, ഞാനായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നെന്ന് നിങ്ങളെ ചൊറിഞ്ഞിട്ടില്ല. നിങ്ങളായിട്ട് എന്നെ മുന്നിൽ വന്നു നിന്ന് എന്നെ കയറി ചൊറിഞ്ഞതാ. ഒട്ടും സഹിക്കാതെയാവുമ്പോഴാ ഞാൻ പ്രതികരിക്കുന്നത്. അവളത് പറഞ്ഞതും അജു അവളൊന്ന് നോക്കി. ഒട്ടും സഹിക്കാൻ പറ്റാതാകുമ്പോഴും എന്നൊരു തോന്നി അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും കൂടെ ഞാനൊരു കാര്യം പറയാണ്. എൻ്റെ മുന്നിൽ വന്ന് പെടാതിരിക്കുന്നതാ നിങ്ങൾക്കൊക്കെ നല്ലത്. ഞാൻ എൻ്റെയും ഭർത്താവിൻ്റെയും കാര്യം നോക്കി മിണ്ടാതെ എവിടെയെങ്കിലും ജീവിച്ചോളാം. അതല്ല ഞങ്ങളെ വന്ന് ഇടങ്ങേറാക്കാനും പ്ലാനെങ്കിൽ ഞാൻ ഇതിലൊന്നും നിൽക്കില്ല. അതും പറഞ്ഞുകൊണ്ട് നന്ദ അജുവിൻ്റെ കയ്യും പിടിച്ച് മുകളിലേക്ക് നടക്കുമ്പോൾ വായും പൊളിച്ച് നിൽക്കുന്ന ജാനുവിനെ നോക്കി അവളൊന്ന് കണ്ണിറുക്കി ചിരിച്ചു. ജാനു തുറന്ന വാ അടച്ചു വെച്ചുകൊണ്ട് അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ചേച്ചി. നന്ദ പോയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങാതെ നിൽക്കുന്ന പത്മാവതിയെ പാർവതി തട്ടി വിളിച്ചു. പത്മാവതി ഒന്ന് ഞെട്ടിക്കൊണ്ട് പാർവതിയെ നോക്കി. പിന്നെ എല്ലാവരെയും നോക്കിക്കൊണ്ട് രാവണിയുടെ റൂമിലേക്ക് നടന്നു. പിന്നാലെ തന്നെ പാർവതിയും. അമ്മേ. കണ്ണുകളടച്ച് ബെഡിൽ ചാരിയിരിക്കുന്ന രാവണി പത്മാവതിയുടെ വിളി കേട്ടതും കണ്ണു തുറന്ന് അവരെ നോക്കി. പാർവതി അകത്തേക്ക് വന്ന് വാതിലടച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു. പത്മാവതി ബെഡിലിരുന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കൈകൾ ഇപ്പോഴും കരയുന്നുണ്ട്. ഉളുക്കിയ പോലൊരു പിടുത്തം. എന്താ പത്മ, എന്ത് പറ്റി? രാവണി ചോദിക്കുമ്പോൾ പാർവതി ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു. വലിയ ഞെട്ടിലൊന്നും രാവണിയുടെ മുഖത്തില്ല. അവൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യുമെന്ന് അറിയാം. അതിന് വലിയൊരു തെളിവാണല്ലോ അവളുടെ കയ്യിലെ കെട്ട്. രാവണി ഒന്നും മിണ്ടാതെ അവരുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. പത്മാവതി ആ രംഗം ആലോചിച്ച് കരയുന്ന പോലെ കണ്ണിൽ വെള്ളം നിറച്ചിരിക്കുവാണ്. പാർവതിയെ പോലെയല്ല, പത്മാവതിക്ക് മൂർഖന്റെ പകയാണ്. രാവണി പത്മാവതിയെ തന്നെ നോക്കിയിരുന്നു. അവൾ ഇതിന് മറുപടി കൊടുക്കില്ല. റൂമിലേക്ക് കയറിയത് നന്ദു പിടിച്ച കൈ തിരിച്ച് പിടിച്ച് അവൾ അവനെ നെഞ്ചിലേക്ക് അമർത്തി. നന്ദുവിന്റെ നെഞ്ച് അവന്റെ നെഞ്ചിൽ ശക്തിയിൽ അമർന്നു. അജവളുടെ കയ്യിലുള്ള പിടിവിട്ടുകൊണ്ട് രണ്ട് കൈകളും അവൾ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. നീ ആരടി, ജാഗിജാന്റെ പെങ്ങളോ? അവന്റെ ആ ഒരൊറ്റ ചോദ്യത്തിൽ അവളുടെ ഉള്ളിലെ വികാര വിചാരങ്ങൾ കെട്ടടങ്ങി. ഓ, തനിക്ക് ഈ ചളി പറയാനൊക്കെ അറിയാവോ? അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുച്ഛിച്ചു. അതിന് മറുപടിയായി അജുവൊന്ന് ചിരിച്ചു. നിനക്കെന്നെ അറിയില്ല, ഞാനൊരു തമാശക്കാരനാ. അയ്യേ, അതിനിപ്പോ പറഞ്ഞ തമാശയാണോ? പറയണ്ടേ ചേട്ടാ, ഞാൻ നല്ലതുപോലെ ഒന്ന് ചിരിച്ചു തരില്ലേ? അതും പറഞ്ഞുകൊണ്ട് നന്ദു അജുവിന്റെ മീശൊന്ന് പിരിച്ചു വെച്ചു. എടി, ശരിക്കും നീ മുത്തശ്ശിയുടെ കൈ ഓടിച്ചോ? അവന്റെ കണ്ണുകളിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു ഭാവമായിരുന്നു. നന്ദവന്റെ മീശയിൽ നിന്ന് കൈയെടുത്ത് അവന്റെ ഇടുപ്പിലെ കൈ പിടിക്കാൻ നോക്കി. നീ ഇത് പറ, നീ ആ തള്ളയുടെ കൈ ഓടിച്ചോ? അതെന്തൊരു വിശ്വാസക്കുറവ്, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുതലെന്ന് തോന്നുന്നുണ്ടോ? അവളൊന്ന് ചുണ്ട് ചുളുക്കിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആജൊന്ന് ചിരിച്ചു. അവളുടെ പിടി ഒന്നുകൂടെ മുറുകിക്കൊണ്ട് അവൻ്റെ ചുണ്ടിൽ ചിരിപ്പിട്ടിരുന്നു. നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തത് വല്ലതുണ്ടോ? അവനവളുടെ ഇടുപ്പിലെ കൈ അയച്ച് അവളുടെ വയറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. കൊടുത്തിരുന്ന സാരി ഒന്ന് താഴ്ത്തിക്കൊണ്ട് അവളെ വയറ്റിലൊന്ന് അമർത്തി. താൻ ആജുവേട്ടാന്ന് വിളിക്കുന്നെന്താ? അവളെന്തോ പറയാൻ വന്നതും അവൻ അതിനെ തടുത്തു. അവളൊന്ന് ശ്വാസം വാഞ്ഞു വലിച്ചു. എന്താണെന്നറിയില്ല, എനിക്ക് തന്നോടൊരു ബഹുമാനം തോന്നുന്നില്ല. എൻ്റെ അജുവിനോട് തോന്നുന്ന പോലെ വാത്സല്യം തോന്നുന്നില്ല. എന്തോ ഒരു അകൽച്ച പോലെ. അതെന്താ? അവൾ കാര്യമായാണ് ചോദിച്ചത്. അജുവിൻ്റെ ചുണ്ടുകൾ ഒന്നുകൂടെ ഭംഗിയിൽ വിടർന്നു. അവൻ്റെ കവിളിൽ രൂപപ്പെട്ട കുഞ്ഞു ഗർഭത്തിലേക്ക് അവൾ കൊതിയോടെ നോക്കി. അതൊക്കെ ശരിയാകും, ബഹുമാനവും വാത്സല്യം കുറവാണെങ്കിലും ഇഷ്ടല്ലേ? അജു ആദ്രമായി അവളുടെ വയറിൽ തലോടി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവൾ അവൻ്റെ കവിളിലെ നുണക്കുഴിയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ തലയാട്ടി. അതും മതിയടി പെണ്ണേ, ബാക്കിയൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. ഇപ്പം നീ വാ, നമുക്ക് കുറച്ച് നേരം കിടക്കാം. നേരത്തെ എണീറ്റത് കൊണ്ട് എനിക്ക് ഉറക്കൊന്നും ശരിയായില്ല. വാ പറഞ്ഞുകൊണ്ട് കയ്യിൽ കോരിയെടുത്ത് അവളെ ബെഡിലേക്ക് ഇട്ട് കഴിച്ചിരുന്നു. എന്തോ പറയാൻ തുടങ്ങിയവളെ അതിന് സമ്മതിക്കാതെ അവളുടെ ചുണ്ടുകളിൽ അമർത്തി മുത്തിക്കൊണ്ട് ഷർട്ട് അഴിച്ചു മാറ്റി അവളുടെ മാറിലേക്ക് പതിഞ്ഞ് കിടന്നു. അവൻ നന്ദു ഒന്നും മിണ്ടാതെ അവൻ്റെ തലമുടിയിൽ തലോടി അങ്ങനെ കിടന്നു. ഈ നേരത്തൊന്നും കിടന്ന ഉറക്കം വരില്ല. പതിയവളുടെ കൈകൾ അവൻ്റെ തലമുടിയെ തഴുകി കടന്നുപോയി. അതിനനുസരിച്ച് അവൻ്റെ നിശ്വാസം നേർമി അവളുടെ മാറിടക്കിൽ തട്ടിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞതും അജു ഉറങ്ങിയെന്ന് മനസ്സിലായി. പതിയെ അവൻ അടർത്തി മാറ്റി ബെഡിൽ നിന്നും ഇറങ്ങി സാരി അടിച്ച് മാറ്റിയൊരു ടോപ്പും പാൻറ്റും ഇട്ട് താഴേക്ക് പോയി. താഴേക്ക് പോകുമ്പോൾ ഹാളിൽ ആരുമില്ല. നേരെ അടുക്കളയിലേക്ക് വിട്ടു. സേതുമ്മയും വനചേച്ചിയും നല്ല പണിയിലാണ്. കൂടെ നല്ല വർത്താനവും. നന്ദു കുറച്ചു നേരം സേതുമ്മയെ നോക്കി നിന്നു. മറ്റുള്ളവരെ പോലെ സേതുമ്മക്ക് മാറി നിൽക്കാം, എല്ലാം വനചേച്ചിയെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കാം. പക്ഷേ അത് ചെയ്യില്ല, എല്ലാത്തിനും കൂടും, ഒപ്പം നിൽക്കും. എന്നാലും ഞാൻ ആലോചിക്കുന്ന അതൊന്നുമല്ല. പെട്ടെന്ന് അമ്മക്ക് ഇതെന്ത് പറ്റിയെന്നാ ഞാൻ പറയുമ്പോൾ ആ തള്ളക്ക് പ്രാന്ത. അതിനൊക്കെ തുള്ളുന്ന ഇവിടുത്തെ കാനൂർക്ക് അതിലും വലിയ പ്രാന്ത. വനചേച്ചി പിന്നെ ഉള്ള കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ ആള് കാണുന്ന പോലെ അത്ര പാവമൊന്നുമല്ല. നന്ദവരുടെ വർത്താനൊക്കെ കേട്ട് വാതിൽപ്പടിയിൽ ചാരി നിന്നു.
ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേട്ടു വന്നാൽ അത് മതി. എന്നാൽ ഇനി ഉത്സവത്തിൽ ഇപ്പൊ അധികമൊന്നും ഇല്ലല്ലോ. എല്ലാം കൂടെ കെട്ടിയെടുക്കുന്നത് ആലോചിക്കുമ്പോ എന്തോ പോലെ. വനജേച്ചി അതിനൊന്നും വേണ്ടിയില്ല, വെറുതെ ചിരിക്കുക മാത്രം ചെയ്തു. എല്ലാം സഹിക്കാം. നാത്തൂനൊന്നും പറഞ്ഞ് കെട്ടിയെടുക്കുന്ന ആ സാധനം ഇപ്പൊ എങ്ങനെയാണാവോ? വന്ന കാലം തൊട്ട് വല്ലാത്ത നാത്തൂൻ പോരായിരുന്നു. ഇനിയിപ്പൊ എങ്ങനെയാണാവോ? ഒരിക്കലും വല്ലല്ലൊന്നൊരു ആശ്വാസം ഇത്ര കാലം ഉണ്ടായിരുന്നു, അതൊക്കെ പോയി കിട്ടി. അതാരാ എനിക്കറിയാത്തൊരു നാത്തൂന്? പെട്ടെന്ന് പിന്നിൽ നിന്ന് നന്ദുവിന്റെ ശബ്ദം കേട്ടതും സേതുമ്മൻ നെഞ്ചത്ത് കൈവച്ച് ചുമരിലേക്ക് ചാരി നിന്നു. വനജേച്ചിയും ഒന്നും പേടിച്ചിട്ടുണ്ട്, അത് ആ മുഖത്ത് കാണാനുണ്ട്. നന്ദു ഒരു ചിരിയോട് അവളുടെ അടുത്തേക്ക് വന്നു. ആവൂ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ. സേതുമൊന്ന് കണ്ണുരുട്ടിയതും അവളൊന്ന് ചിരിച്ചു കൊടുത്തു. അത് ശരി, ആളും നേരെ നോക്കാതെ ഈ കുടുംബത്തിലുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ എനിക്കായ കുറ്റം? അവളൊരു ചിരിയോടെ പറയുമ്പോൾ ആ ചിരി മറ്റുള്ളവരിലേക്കും പടർന്നു. അല്ല സേതുമ്മേ, ഏത് നാത്തൂനെ കുറിച്ച് ഈ പറഞ്ഞത്? ഇവിടുത്തെ രാവണി മുത്തശ്ശിക്ക് 4 മക്കളല്ലേ, അതോ ആൺമക്കള്? അല്ല, 5ആണ്. ഇളയതൊരു പെണ്ണുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്ത്യാനി ചെക്കൻ്റെ ഒപ്പം ഒളിച്ചോടി പോയതാ. അതിനുശേഷം അങ്ങനെ ഒരാൾ ഇവിടെ ആരും ഓർക്ക പോലും ഇല്ല. പക്ഷേ അമ്മ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. പൊന്നാര മകളായിരുന്നു. 4 മക്കളോടില്ലാത്ത സ്നേഹമായിരുന്നു അവളോട്. ഇപ്പൊ പെട്ടെന്ന് ഇതാ ഉത്സവത്തിന് അവൾ വരുന്നെന്ന് പറയണു. സേതമ്മ ഒരു ഇഷ്ടക്കേടോടെ നിർത്തി. നന്നൊന്ന് ചിരിച്ചു. ആകെയുള്ള നാത്തൂനെ കണ്ണിന് പിടിക്കില്ലെന്ന് മനസ്സിലായി. അതിനെന്താ, നാത്തൂനെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കാണല്ലേ, വിരുന്നിന് വരുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത്? നന്ദൊരു ചിരിയോടെ സാബിൽ കയറി ഇരുന്ന് കൊണ്ട് പറഞ്ഞു. ഒപ്പം വനജേച്ചിയുടെ കവളിലൊന്ന് പിടിച്ചു വലിച്ചു വിട്ടു. ഹോ, മോൾ എന്തറിഞ്ഞിട്ടാ? പണ്ട് തൊട്ട് അവൾക്ക് എന്നെയും ലക്ഷ്മിനെയും കണ്ണിൽ പിടിക്കില്ല. പിന്നെ മോശം പറയരുതല്ലോ, അമ്മയെക്കാളും അഹങ്കാരിയാ, ഒരു ദയയില്ലാത്ത സാധനം. അമ്മയേക്കാൾ ഒരു പടി മുകളിലാ ദേഷ്യവും അസൂയും ഒക്കെ. വന്നിട്ട് വേഗം പോയാൽ മതിയായിരുന്നു. പേടിയോ ടെൻഷനോ സങ്കടമോ എന്തൊക്കെയായിരുന്നു ആ വാക്കുകളിൽ നിന്ന് നന്ദുവിന് തോന്നി. അവളൊന്നും മിണ്ടിയില്ല. സേതുമേ, ഉത്സവമാണോ അപ്പൊ എല്ലാരും വരുവോ? പുറത്ത് പഠിക്കാൻ പോയവരും അവരുടെ ഫ്രണ്ട്സൊക്കെ? വരും. താല്പര്യമില്ലാതെ സേതുമ മൂളുമ്പോൾ നന്ദുവിന്റെ കണ്ണുകൾ തിളങ്ങി. ഷോ, കയ്യിനൊരു റെസ്റ്റ് ഇല്ലല്ലോ ഈശ്വര. അവളൊന്ന് ചിരിച്ചു. ആ നിമിഷം മുതൽ പലതും മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് അവളിരുന്നു. ആ സമയം തന്നെ ഇങ്ങോട്ട് വരുന്ന സന്തോഷത്തിൽ അവൾ മതിമറന്ന് തുള്ളിച്ചാടുകയായിരുന്നു. അവസാനത്തെ ചാട്ടമാണെന്ന് അറിയാതെ.